വാർഡിൽ നിന്നും ജനപതി തൊടുന്ന സഖാവ് താജുദ്ദീൻ KS. 34-ാം വാർഡിൽ നിന്നും ജനപതി ശോശാമ അലക്സാണ്ടർ. 35-ാം വാർഡിൽ തിരുവല്ല നഗരസഭയിലെ ടീം LDFന്റെ യാത്രയാണ്. LDFന്റെ എല്ലാ സ്ഥാനാർത്ഥികളും 39 സ്ഥാനാർത്ഥികളും ഒരുമിച്ച് 39 വാർഡുകളിലേക്കും പ്രചരണമായി മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ നിൽക്കുന്നത് തിരുവല്ല ചുമത്രയിലാണ്. ഈ വാർഡിലെ സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണം നൽകുവാണ് SFIയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് R. മനു ഉൾപ്പെടെയാണ് മത്സരിക്കുന്നത്. മനു, ഇത്തവണ ഈ യാത്ര നഗരസഭയിൽ അധികാരത്തിലേക്കുള്ള യാത്രയാണോ LDFന്റെ? തിരുവല്ല നഗരസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തിരഞ്ഞെടുപ്പാണ്. അതിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ കാണുന്നത്. നഗരസഭയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ കൗൺസിലർമാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ ഘടകകക്ഷികളും ഒരു മനസ്സോടുകൂടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്ന് വെച്ചാൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമാണ് അത് സാധ്യമാകുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് ശേഷവും തെരഞ്ഞെടുപ്പിന് മുന്നും UDFും അതോടൊപ്പം തന്നെ അതിൻ്റെ ഘടകകക്ഷികളും അവർ സ്വയം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സ്വയം തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. ആ രാഷ്ട്രീയ സാഹചര്യം ഒരിക്കലും തിരുവല്ല നഗരസഭയ്ക്ക് പോസിറ്റീവായി വരുന്നൊരു ഭരണം കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു മനസ്സോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യത്തോടു കൂടിയാണ് തിരുവല്ലയുടെ സമഗ്ര വികസനത്തിന് ആവശ്യമായ പാക്കേജ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പ്രക്രിയയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഴുവൻ സാരഥികളെയും ഒരു വലിയ പ്രോഗ്രാമായതുകൊണ്ട് വിശദീകരിച്ച് പോകുന്നില്ല. തിരുവല്ല നഗരസഭയുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരസഭയാക്കുന്നതിനാവശ്യമായ വിവിധങ്ങളായ പദ്ധതികളാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് 100% വിജയസാധ്യതയാണ്. ഒരു മനസ്സോടുകൂടി തിരുവല്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമാണ് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ കഴിയുന്നത്. വിജയപ്രതീക്ഷയുണ്ട്. വലിയ സ്വീകരണം ലഭിച്ചു, സന്തോഷത്തിലാണ്. മറ്റൊരു സ്ഥാനാർത്ഥിയുടെ തമ്പു ജോർജ് ചേരുകയാണ്. എങ്ങനെ എങ്ങനെ ഒരു നല്ല ഹോപ്പുണ്ട്. കാരണം പിന്നെ മുന്നണി മാറി മാറി വരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇപ്പം എനിക്ക് എതിരായിട്ട് നിൽക്കുന്നത്. റിബലുമുണ്ട്. പക്ഷേ അതിനൊരു അറുതി വരുത്തുവാൻ എൻ്റെ ജനങ്ങളെല്ലാം, കാരണം ഞാനൊരു KSKT പ്രവർത്തകനാണ്, ജനങ്ങളുമായിട്ടൊരു നല്ല കർഷകത്തൊഴിലാളികളുടെ പ്രവർത്തനമല്ലേ? അപ്പോൾ ഈ കർഷകത്തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടുന്നത് അവർക്ക് വലിയ പ്രതീക്ഷയാണോ? പിന്നെ അവർക്ക് വലിയ പ്രതീക്ഷ. കാരണം ഞാനിടയ്ക്ക് എൻ്റെ വൈഫിന് വയ്യായിരിക്കുമ്പോൾ ഞാൻ കൊണ്ട് കൊടുക്കുന്നുണ്ട്. കൊടുക്കുമ്പോഴത്തേക്കിന് അവർ നല്ല സ്വീകരണമാണ് തരുന്നത്. കാരണം അവർക്കിതൊരു പിന്നെ അത്യാവശ്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വർഷം സർക്കാർ ചെയ്തിരിക്കുന്ന എല്ലാ നല്ല പ്രവർത്തികൾക്കും കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. മറ്റ് സ്ഥാനാർത്ഥികളിലേക്ക് കൂടെ പോയാൽ എങ്ങനെയുണ്ട്? ഇത് ഓണം വലിയ ആവശ്യത്തിലാണോ? ആവശ്യത്തിലാണ്. നല്ല വിജയപ്രതീക്ഷയുമുണ്ട് ഇത്തവണ. വലിയ പ്രതീക്ഷയിലാണ്. ടീം LDF ആണ് നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണോ? തീർച്ചയായിട്ടും നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇതിനകത്ത് നിൽക്കുന്നത്. ഏതായാലും LDFന്റെ ഒരു ടീം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു വലിയ നിരയെ തന്നെ കാണാൻ സാധിക്കും. അതായത് പരിചയസമ്പന്നതയ്ക്കും യുവത്വത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ മുതിർന്നവരൊപ്പം കൂടി ചേർന്നുള്ള സ്ഥാനാർത്ഥിത്വമാണ്. വിജയപ്രതീക്ഷ എത്രത്തോളമാണ്? 100% വിജയപ്രതീക്ഷയാണ്. ഈ നഗരസഭ LDF ഭരിക്കും, ഉറപ്പാണ്. ആ ഒരു ഉറപ്പാണ്. LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമ്പോൾ വലിയ യുവത്വത്തിന് പ്രാധാന്യമുണ്ട്. DYFയുടെ ജില്ലയിലെ അമരക്കാരനായിരിക്കുന്ന ജില്ലാ പ്രസിഡന്റ് MS അനീഷ് കുമാറും ഇത്തവണ LDFന്റെ സ്ഥാനാർത്ഥിയാണ്. അനീഷെ, ഇത്തവണ എങ്ങനെയാണ് LDFന്റെ സാധ്യത? തിരുവല്ല നഗരസഭയിലേക്ക് എത്തുമ്പോൾ ഞങ്ങളിത് പ്രൈവറ്റ് സ്റ്റാൻഡ് ഉൾപ്പെടെ എത്തുമ്പോൾ വലിയ മാലിന്യ കുമാരം അങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ്. നിങ്ങളെത്തിയാൽ ഇതിനൊക്കെ ഒരു പരിഹാരം കാണുമോ? തിരുവല്ല നഗരസഭ 100 വർഷക്കാലം പിന്നിടുകയാണ് നഗരസഭയായതിനു ശേഷം. നഗരസഭ എന്ന നിലയിൽ സമീപ പ്രദേശങ്ങളിലെ മറ്റ് നഗരസഭകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ശേഷിയുള്ള ഒരു നഗരസഭയാണ് തിരുവല്ല നഗരസഭ. ഇന്നലെ തിരുവല്ല നഗരസഭയുടെ ബജറ്റ് അല്ലെങ്കിൽ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പുറത്തു വന്നു. 42 കോടി രൂപ തനത് ഫണ്ട് മിച്ചം കിടക്കുകയാണ് തിരുവല്ല നഗരസഭയിൽ. ഇത്രയും പണം മിച്ചമുള്ള ഒരു നഗരസഭ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സ്റ്റേഡിയമായി മാറേണ്ട തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം ഇന്ന് നിരവധി കായിക പ്രതിഭകളെ സംഭാവന ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ സംഭാവന ചെയ്തിട്ടുള്ള തിരുവല്ലയുടെ തിലകക്കുറിയായി മാറേണ്ട ആ നഗരസഭാ സ്റ്റേഡിയം അവിടെ മുട്ടോളം വളർന്നു നിൽക്കുന്ന പുല്ലായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ 100 വർഷക്കാലമായി അവിടുത്തെ പുല്ലൊന്ന് ചെത്തി മാറാൻ പോലും തിരുവല്ല നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതെല്ലാം മനോഹരമാകും. തിരുവല്ല നഗരസഭയിൽ എത്തിയാൽ എന്ത് കാണാൻ കഴിയും എന്നുള്ളത് ഇടതുപക്ഷം വിജയിച്ചാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയും. കഴിഞ്ഞ വർഷം കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ചാണ് നമുക്ക് നഗരസഭാ ഭരണം നഷ്ടപ്പെട്ടു പോയത്. ഇത്തവണ ജനങ്ങൾക്ക് അബദ്ധമുണ്ടാകില്ല. ഇത്തവണ ഉറപ്പായിട്ടും നഗരസഭയിൽ ഇടതുപക്ഷം അധികാരത്തിൽ എത്തുന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. തീർച്ചയായിട്ടും നമുക്ക് വളരെ സമയക്കുറവ് കാരണം പെട്ടെന്ന് പോകാം. ഇത് കപ്പിനും ചുണ്ടിനും ഇടയിൽ അധികാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാണ്. ഇത്തവണ അധികാരം എടുക്കും. ഉറപ്പായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുവല്ല നഗരസഭ ഭരിക്കും. നവകേരള സൃഷ്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമകരമായ സാമൂഹ്യക്ഷേമപരമായ പ്രവർത്തനങ്ങൾ ഈ നഗരസഭയിലും നടപ്പാക്കാൻ, ജനകീയ മുന്നേറ്റത്തോടുകൂടി നഗരസഭയെ വീണ്ടെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയും. അതിന് മുഴുവൻ സാരഥികളെയും
വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. ടീം LDF എങ്ങനെ? തിരുവല്ലയിൽ LDF ഉറപ്പാണോ? അതാണ് LDF വലിയ ആത്മവിശ്വാസത്തിലാണ് തിരുവല്ലയിൽ ഇത്തവണ അധികാരത്തിലെത്തുമെന്നുള്ള കാര്യത്തിൽ. ക്യാമറമാൻ അഖിലേഷ് കൊടുമണ്ണൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.